24 ബ്രേക്കിംഗ്. വയനാട് ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പിൽ മലബാർ മീറ്റ് ഫാക്ടറി പൊതുലേലത്തിന് വെക്കാൻ കോടതി ഉത്തരവ്. നിക്ഷേപകയായ മീനങ്ങാട് സ്വദേശിനി നൽകിയ ഹർജിയിലാണ് തീർപ്പായത്. തൊവരിമലക്കുന്നിലെ ഫാക്ടറി ഇരിക്കുന്ന 4 ഏക്കറോളം സ്ഥലം പൊതുലേലത്തിന് വെച്ച് പരാതിക്കാരിയുടെ പണം തിരികെ നൽകണമെന്നാണ് സുൽത്താൻ ബത്തേരി സബ് കോടതിയുടെ വിധി. ലേലം അടുത്ത മാസം 8-ന് നടക്കും. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ, CPIM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിൽ നിക്ഷേപകർ അവരുടെ പണം ലഭിക്കുന്നില്ല എന്ന ആശങ്ക ഉയർത്തിയിരുന്നതാണ്, പരാതി ഉയർത്തിയിരുന്നതാണ്. ഇപ്പോഴിതാ ഒരു നിക്ഷേപകയ്ക്ക് അനുകൂലമായി കോടതി വിധി വരികയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് ദിലീപ് കുമാർ. കഴിഞ്ഞ കുറേ നാളുകളായി ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട നിക്ഷേപകർ വലിയ പരാതി തന്നെയാണ് ഉയർത്തിയത്. അതായത് നിക്ഷേപകർ നിക്ഷേപിച്ച 100 കോടിയിലധികം രൂപ എവിടെ പോയി എന്നുള്ളതിന് ഇന്നും ഒരു രേഖകളില്ല. ഇന്നും അത് അവ്യക്തമാണ്, ഒരു ദുരൂഹതയായി തുടരുകയാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നിരവധി നിക്ഷേപകർ സമരമാർഗവും അതോടൊപ്പം തന്നെ നിയമമാർഗവും ഒക്കെ തന്നെ അവർക്ക് വേണ്ട പണം തുക അവർ നൽകിയ തുക തിരികെ കിട്ടുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. സമരമാർഗമായിരുന്നു ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കൂടുതൽ നിയമമാർഗത്തിലൂടെയും കുറേ പേർ പോയിരുന്നു. അതിലിപ്പോൾ ഈ നിക്ഷേപകർ നൽകിയ കേസുകളുമായി ബന്ധപ്പെട്ട് ആദ്യ കേസിലെ വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസുകളിലെ ആദ്യ വിധി വന്നിരിക്കുകയാണ്. അതിൽ ഫാക്ടറി, ഈ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തൊവരിമലക്കുന്നിലുള്ള ഫാക്ടറി ഇരിക്കുന്ന 4.5 ഏക്കർ സ്ഥലം പൊതുലേലത്തിന് വെച്ച് ഈ കടം വീഴണം എന്നുള്ള ഒരു നിർദ്ദേശം എന്നുള്ളതാണ്. പരാതിക്കാരിയുടെ പണം അതിലൂടെ പൊതുലേലത്തിലൂടെ വെച്ച് തിരികെ നൽകണം എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് 3 കേസുകളുടെ തീർപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഹർജികളുടെ തീർപ്പാണ് വന്നിരിക്കുന്നത്. അത് ഒന്ന് ഈ പരാതിക്കാരിയായ മീനങ്ങാടി സ്വദേശി മറിയാമ്മ ജോസഫ്, അതോടൊപ്പം തന്നെ അവരുടെ മകൻ ജോബി, അവരുടെ ഭാര്യ, അങ്ങനെ 3 കേസിനും തീർപ്പുകൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിടത്തിൻ്റെയും വിധി ഇപ്പോൾ വിധി പകർപ്പ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ മറ്റുള്ളതിൻ്റെ വിധിയും ഉടനെ തന്നെ ഉണ്ടാവും. മകൻ്റെ കേസിനെ സംബന്ധിച്ച് ഇതേ സ്ഥലത്തുള്ള 2.5 ഏക്കർ സ്ഥലം കൂടി പൊതുലേലത്തിന് വെക്കാനാണ്. NRI, ഇവരെല്ലാം NRI ആണ്. അപ്പോൾ ഈ NRI മണി ഒരുപാട് ധാരാളം എത്തിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, നിക്ഷേപങ്ങളിലേക്കൊക്കെ കടക്കണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ അവർക്ക് അക്കാലത്ത് കിട്ടിയതുകൊണ്ടാണ് അവർ അന്ന് 50 ലക്ഷം രൂപയും 22 ലക്ഷം രൂപയും ഒക്കെ തന്നെ ഇതിൽ നിക്ഷേപിച്ചത്. എന്നാൽ പിന്നീട് അവർ വലിയ രീതിയിലുള്ളൊരു ഇത്തരത്തിലൊരു സാഹചര്യങ്ങളിലേക്ക്, പണം കിട്ടാത്ത രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങളൊക്കെ നീങ്ങുകയായിരുന്നു. എന്തായാലും അതിൽ വിധി വന്നിരിക്കുന്നു. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പൊതുലേലത്തിന് വെച്ച് ഹർജിക്കാരുടെ, നിക്ഷേപകരുടെ പണം വീടാൻ വേണ്ടി വിധി സുൽത്താൻ ബത്തേരി സബ് കോടതി വിധിച്ചിരിക്കുന്നു. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.